ഇന്ന് ഞാനൊരു ഗ്രീക്ക് പുരാണ കഥ പറഞ്ഞു തരാം, കാഡ്മസിൻ്റെ കഥ. അപ്പോൾ പണ്ട് മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ കിഴക്കേ തീരത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ പേര് ഫിനീഷ്യ എന്നായിരുന്നു. അവിടുത്തെ രാജാവായ ലീനോസിൻ്റെ മകനായിരുന്നു കാഡ്മസ്. കാഡ്മസിന് 2 സഹോദരന്മാരും ഉണ്ട്, ഫീനിക്സും കീലിക്സും. ഈ 3 സഹോദരന്മാർക്കും കൂടി ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു യൂറോപ്പ. യൂറോപ്പ അതിസുന്ദരിയായിരുന്നു. സുന്ദരിയായ തൻ്റെ മകളെ രാജാവിന് വലിയ പ്രിയവുമായിരുന്നു. ഒരിക്കൽ യൂറോപ്പ തൻ്റെ സഹോദരന്മാർക്കൊപ്പം കടൽ തീരത്ത് കളിക്കാൻ പോയി. അവരവിടെ ചുറ്റി നടന്ന് കളിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു നല്ല ഭംഗിയുള്ള വെള്ള കാള, നല്ല തടിച്ചു കൊഴുത്ത ഒരു കാള അവിടെ വന്ന് ആ മൈതാനത്തോടൊക്കെ ചുറ്റി നടക്കാൻ തുടങ്ങി. യൂറോപ്പയ്ക്ക് ഈ കാളയെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അവൾ പതുക്കെ ആ കാളയുടെ അടുത്ത് ചെന്നു. അത് പേടിച്ചങ്ങ് ഓടിപ്പോകുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ അത് ഓടിപ്പോയില്ല, അവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ യൂറോപ്പയ്ക്ക് ഈ കാളെ വളരെ ഇഷ്ടപ്പെട്ടു. അവൾ അതിനെ തൊട്ട് തലോടുകയൊക്കെ ചെയ്തു. കാള അപ്പോഴും പേടിച്ച് ഓടിപ്പോയില്ല. അപ്പോൾ യൂറോപ്പ അവിടെ നിന്ന് പൂക്കളൊക്കെ പറിച്ച് ഒരു മാലയൊക്കെ ഉണ്ടാക്കി ഈ കാളയുടെ കഴുത്തിൽ കൊണ്ടുവന്നിട്ടു. കാള അപ്പോൾ അവളോട് ചേർന്ന് നിന്നു. അപ്പോൾ യൂറോപ്പയ്ക്ക് ഒരു കുസൃതി തോന്നി. അവൾ കാളയുടെ പുറത്തേക്ക് ചാടിക്കയറി. കാള അവളെയും കൊണ്ട് ആ മൈതാനത്തൂടൊക്കെ ഓടാൻ തുടങ്ങി. അത് നല്ലൊരു വിനോദമായിട്ട് യൂറോപ്പയ്ക്ക് തോന്നി. അവൾ തൻ്റെ സഹോദരന്മാരെ വിളിച്ചു പറഞ്ഞു, "ദാ നോക്ക്, നല്ല രസമുണ്ട് ഈ കാളപ്പുറത്ത് കയറാൻ, നിങ്ങളും കൂടി വാ." അപ്പോഴാണ് സഹോദരന്മാർ തങ്ങളുടെ സഹോദരി കളിക്കുന്ന കളി ശ്രദ്ധിച്ചത്. അവർ ഈ കാളെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അവരും കൂടി കാളപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ഇവളുടെ കൂടെ ഓടിച്ചെന്നു. പക്ഷെ പെട്ടെന്ന് കാളയുടെ വേഗത കൂടി. കാള ആ മൈതാനത്തിലൂടെ വട്ടം ചുറ്റി ഓടാൻ തുടങ്ങി. കാളയെ പിടിക്കാൻ വേണ്ടിയിട്ട് സഹോദരന്മാർ 3 പേരും അവളുടെ പിന്നാലെ ഓടി. പക്ഷെ അവർക്ക് ആ കാളയെ പിടിക്കാൻ പറ്റിയില്ല. കാള പെട്ടെന്ന് കടലിലേക്ക് ചാടി നീന്തി അങ്ങ് പോയി. യൂറോപ്പ് അവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സഹോദരന്മാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. തങ്ങളുടെ സഹോദരിയെയും കൊണ്ട് കാള കടലിൽ നീന്തി മറയുന്നത് നോക്കി അവർ സ്തബ്ധരായിട്ട് നിന്നുപോയി. എന്നിട്ട് അവർ തിരിച്ച് ഓടി കൊട്ടാരത്തിലേക്ക് ചെന്നു തങ്ങളുടെ പിതാവിനോട് പറഞ്ഞു, "യൂറോപ്പയും കൊണ്ട് ഒരു കാള കടലിലേക്ക് ചാടി നീന്തിപ്പോയി." പിതാവിന് ദേഷ്യം വന്നു. "നിങ്ങൾ 3 പേരും കൂടെ നിങ്ങളുടെ സഹോദരിയെ സംരക്ഷിക്കേണ്ടതല്ലായിരുന്നു? നിങ്ങളുടെ കർത്തവ്യമായിരുന്നില്ല നിങ്ങളുടെ സഹോദരിയെ സംരക്ഷിക്കുക എന്നുള്ളത്? അത് നിങ്ങൾ ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി കൊട്ടാരത്തിലേക്ക് കയറുകയേ വേണ്ട. ഈ രാജ്യത്ത് നിങ്ങൾക്കിനി സ്ഥാനമില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ യൂറോപ്പയും കൊണ്ട് തിരിച്ചു വരണം. അവൾ എവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാതെ നിങ്ങൾക്കിവിടെ കയറാൻ പറ്റില്ല." അങ്ങനെ രാജാവ് തൻ്റെ 3 മക്കളെയും കൂടി യൂറോപ്പയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. തൻ്റെ മക്കൾ ഇങ്ങനെ മകളെ അന്വേഷിച്ച് പോകുന്നത് കണ്ട മഹാറാണി, അവരുടെ പേര് അഗനൂർ എന്നായിരുന്നു, അവർ ഓടി വന്നിട്ട് പറഞ്ഞു, "ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം. മകളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ നിങ്ങളെ സഹായിക്കാം." അങ്ങനെ അഗനൂറും കൂടി ഈ ആൺമക്കളുടെ കൂടെ യൂറോപ്പയെ അന്വേഷിച്ച് ഇറങ്ങി. അവർ ഒരുപാട് രാജ്യങ്ങളിൽ അന്വേഷിച്ചു. എത്ര അലഞ്ഞു തിരിഞ്ഞിട്ടും യൂറോപ്പയെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല. ആരും അങ്ങനെ ഒരു കാളയെയോ ഒരു പെൺകുട്ടിയോ കണ്ടിട്ടില്ല. ഒരുപാട് കാലം ഇങ്ങനെ സഹോദരി അന്വേഷിച്ച് നടന്ന് സഹോദരന്മാർ 3 പേരും ക്ഷീണിച്ചു. അപ്പോൾ ഫീനിക്സ് പറഞ്ഞു, "എനിക്കിനി വയ്യ. ഒരുപാട് കാലമായല്ലോ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇതുവരെ യൂറോപ്പയെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല. ഞാൻ ഇനി മുന്നോട്ടില്ല. ഞാനിവിടെ വെച്ച് എൻ്റെ അന്വേഷണം അവസാനിപ്പിക്കുകയാണ്." ഫീനിക്സ് തൻ്റെ അന്വേഷണം അവസാനിപ്പിച്ച് താൻ എത്തിയ സ്ഥലത്ത് തൻ്റെ വാസമുറപ്പിച്ചു. ആ സ്ഥലം പിന്നീട് ഫിനീഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. സീലിക്സ് ആണെങ്കിൽ സിസീലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് തൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചത്. കാഡ്മസ് പിന്നീട് തൻ്റെ അമ്മയ്ക്കൊപ്പം കുറേ കാലം കൂടി തൻ്റെ സഹോദരി അന്വേഷിച്ച് നടന്നു. അവളെപ്പറ്റി ഒരു വിവരവും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, മാർഗമധ്യേ അമ്മയങ്ങ് മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കാഡ്മസ് ഒറ്റയ്ക്കായി. ആ സമയത്താണ് ഡെൽഫിയിലെ ഒറാക്കിളിനെ പറ്റി കാഡ്മസ് അറിഞ്ഞത്. അതൊരു ക്ഷേത്രമാണ്. പെർനാസസ് എന്ന് പറയുന്ന വലിയൊരു കുന്നുണ്ട്. ആ കുന്നിന് മുകളിലാണ് അപ്പോളോ ദേവൻ്റെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സമയത്ത് കാഡ്മസിനൊപ്പം 2 സേവകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്ഷേത്രത്തിനകത്ത് കടന്നു ചെന്നിട്ട് കാഡ്മസ് തൻ്റെ സഹോദരിയെ കണ്ടെത്താൻ സഹായിക്കണം എന്ന് അപ്പോളോ ദേവനോട് പ്രാർത്ഥിച്ചു. അത്ര തീക്ഷ്ണമായിട്ടായിരുന്നു കാഡ്മസ് തൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു, "ഇനി നീ യൂറോപ്പയെ അന്വേഷിച്ച് പോകണമെന്നില്ല. അവളെ ഓർത്ത് വിഷമിക്കുകയും വേണ്ട. അവൾ വളരെ സുന്ദരിയായിട്ട് ഐശ്വര്യവതിയായിട്ട് കടലിനടിയിൽ സമുദ്രദേവൻ്റെ കൊട്ടാരത്തിലുണ്ട്. അവളെ സ്യൂസാണ് കൊണ്ടുപോയത്.
അപ്പോൾ കാഡ്മസ് പറഞ്ഞു, അവൾ സ്യൂസ്ദേവൻ്റെ കൊട്ടാരത്തിൽ ഐശ്വര്യവതിയായി കഴിയുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അവളില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എൻ്റെ പിതാവിനോട് ഞാൻ വാക്ക് കൊടുത്താണ്. അവളില്ലാതെ എനിക്ക് എൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ ആ അശരീരി പറഞ്ഞു, നീ തിരിച്ചു പോകണമെന്നില്ല. നിൻ്റെ സഹോദര സ്നേഹത്തിലും നിൻ്റെ ആദർശ ധീരതയിലും നിൻ്റെ ധൈര്യത്തിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ആകാശത്തോളം ഉയരും. നിനക്ക് വേണ്ടി ഒരു മഹാനഗരം തന്നെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഈ ക്ഷേത്രത്തിന് പുറത്തേക്ക് നീ ഇറങ്ങുമ്പോൾ നീ ഒരു വെള്ള പശുവിനെ കാണും. നീ അതിൻ്റെ പിന്നാലെ നടക്കണം. അത് എവിടെയാണോ ചെന്ന് കിടക്കുന്നത് അവിടെ നീ ഒരു നഗരം പണിയണം. അവിടെ നിന്നായിരിക്കും നിൻ്റെ ജീവിതം ഇനി ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ കാഡ്മസ് ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടന്നു. കാഡ്മസ് തൻ്റെ കൂടെ കൂട്ടിയിരുന്ന സേവകന്മാരിൽ 2 പേരും കൂടെ ആ സമയത്ത് കാഡ്മസിൻ്റെ കൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സഹോദരന്മാർക്കൊപ്പമൊക്കെ പോയി കഴിഞ്ഞിരുന്നു. ഈ 2 സേവകന്മാർ മാത്രം കാഡ്മസിനെ അനുസരിച്ച് കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അവർ 2 പേരും കാഡ്മസിനെ കാത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ഒരു വെളുത്ത പശുവും നിൽപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പശു. കാഡ്മസ് ഈ പശുവിൻ്റെ പിന്നാലെ നടന്നു. പശു മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. വല്ലപ്പോഴും പുല്ല് തിന്നാനൊക്കെ ഒന്ന് നിൽക്കുമെന്നല്ലാതെ എങ്ങും കിടക്കുന്നില്ല. അങ്ങനെ നടന്നൊരു വലിയ സമതലത്തിൽ ഒരു പനയുടെ അടുത്തെത്തി. അപ്പോൾ ആ പശു അവിടെ കിടന്നു. അതോടെ ഇതാണ് തങ്ങൾക്ക് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലം എന്ന് കാഡ്മസിന് മനസ്സിലായി. കാഡ്മസ് ആ മരത്തിന് ചുവട്ടിലിരുന്നിട്ട് തൻ്റെ സേവകന്മാരിൽ ഒരാളായ ലാഗോസിനോട് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ലാഗോസ് വെള്ളം എടുക്കാൻ വേണ്ടി പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും ലാഗോസിനെ കാണുന്നില്ല. അപ്പോൾ തൻ്റെ അടുത്ത സേവകനായ ഹോങ്സിനെ വിളിച്ചിട്ട് കാഡ്മസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഹോങ്സും വെള്ളം കൊണ്ടുവരാൻ പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും ഹോങ്സിനെയും കാണുന്നില്ല. അപ്പോൾ തൻ്റെ സേവകന്മാരെ അന്വേഷിച്ച് കാഡ്മസ് പുറപ്പെട്ടു. അങ്ങനെ അന്വേഷിച്ച് കുറേ ദൂരം നടന്നു ചെന്നപ്പോൾ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയുടെ അടുത്ത് ഒരു ചെറിയ അരുവിയുണ്ട്. തൻ്റെ സുഹൃത്തുക്കളെ ഒന്നും അവിടെ അങ്ങ് കണ്ടതുമില്ല. അവർ വെള്ളം എടുക്കാൻ കൊണ്ടുപോയി ചെറിയ പാത്രം ആ അരുവിയുടെ കരയിൽ കിടക്കുന്നുണ്ടായിരുന്നു. കാഡ്മസ് ആ പാത്രം എടുത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അരുവിയിലേക്ക് മുക്കി. അപ്പോൾ ഈ വെള്ളം പാത്രത്തിലേക്ക് നിറയുന്ന ഒരു ചെറിയ ശബ്ദമുണ്ടായി. ഗുഹയ്ക്കുള്ളിൽ നിന്ന് അപ്പോൾ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ ഭീകരരൂപിയായ ഒരു ഡ്രാഗൺ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു. പാമ്പിൻ്റെ ശരീരമായിരുന്നു അതിന്. മത്സ്യത്തിൻ്റേതുപോലെ ചെതുമ്പലുകളുണ്ട് ദേഹം നിറയെ. സിംഹത്തിൻ്റേതുപോലുള്ള നഖങ്ങൾ, ഗരുഡനെ പോലെയുള്ള വലിയ കൊക്ക്, പിന്നെ വാ നിറയെ കൂർത്ത പല്ലുകൾ. അത് ശ്വാസം വിടുമ്പോൾ തീയും പുകയും വരുന്നു. തൻ്റെ സേവകന്മാരെ ഈ വ്യാളിയാണ് വിഴുങ്ങിയത് എന്ന് കാഡ്മസിന് മനസ്സിലായി. കാഡ്മസും ഈ വ്യാളിയും ഡ്രാഗണും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. അവസാനം കാഡ്മസ് ഈ വ്യാളിയെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ അഥീന ദേവി കാഡ്മസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മോനെ കാഡ്മസ്, നീ ഈ വ്യാളിയുടെ പല്ലുകൾ പറിച്ച് ഭൂമിയിൽ വിതയ്ക്കൂ. ദേവി പറഞ്ഞതുപോലെ കാഡ്മസ് ആ ഡ്രാഗൻ്റെ പല്ലുകൾ മുഴുവൻ പറിച്ചെടുത്തു. എന്നിട്ട് അത് ഓരോന്നായിട്ട് ഭൂമിയിൽ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ പല്ലുകൾ മുഴുവൻ മുളച്ചു വന്നു. മുളച്ചു വന്നത് ചെടികളായിട്ടല്ല, ആയുധധാരികളായിട്ടുള്ള ഭടന്മാരായിട്ടാണ്. മുളച്ചു വന്നവർ എന്ന അർത്ഥത്തിൽ ഈ ഭടന്മാർ പിന്നീട് സ്പാർട്ടോയികൾ എന്നറിയപ്പെട്ടു. ചിലർ പടച്ചട്ടയും തലപ്പാവും വാളും ഒക്കെ ആയിട്ട്, ചിലർ അമ്പും വില്ലുമായിട്ട്. ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതും അവർ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവർ കാഡ്മസിനെ ഗൗനിച്ചതേയില്ല, കാഡ്മസിനെ ഉപദ്രവിച്ചതുമില്ല. പരസ്പരം മാത്രം അവർ യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്ത് കുറേ പേര് മരിച്ചു വീണു. ബാക്കിയുള്ളവർ വീണ്ടും യുദ്ധം ചെയ്തു. അങ്ങനെ 5 പേര് മാത്രം അവശേഷിച്ചു. അതിലൊരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മതി മതി, നിർത്ത്. ഇനി എന്തിനാണ് നമ്മളിങ്ങനെ പോരാടുന്നത്? നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. അതിനുശേഷം അവർ കാഡ്മസിനെ നോക്കി പറഞ്ഞു, അങ്ങാണ് ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ അങ്ങയ്ക്ക് എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടത്? കാഡ്മസ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു നഗരം പണിഞ്ഞു തരണം. നമുക്ക് ഈ ഭൂമിയിൽ ഒരു നഗരം സൃഷ്ടിക്കാം. അവർ 5 പേരും പറഞ്ഞു, അങ്ങയുടെ ഏതാജ്ഞയും ശിരസാ വഹിക്കാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണ്. അങ്ങനെ അവർ 5 പേരും കൂടി ചേർന്ന് കാഡ്മസിന് വേണ്ടിയിട്ട് ഒരു വലിയ നഗരം സൃഷ്ടിച്ചു. വളരെ ഐശ്വര്യമേറിയ ഉജ്ജ്വലമായ ഒരു നഗരം അവിടെ ഉയർന്നു വന്നു. ആ നഗരത്തിൻ്റെ പേരാണ് തീബ്സ്. കാഡ്മസ് ഈ തീബ്സ് സൃഷ്ടിക്കുന്നത് വരെയും ഗ്രീക്കിൽ അക്ഷരമാല ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും വാമൊഴിയായിട്ടായിരുന്നു പഠിച്ചിരുന്നത്.
കഥകളും വിജ്ഞാനവും വാമൊഴിയായിട്ട് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛന്മാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, അവരവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാ വിദ്യകളും ഇവരിങ്ങനെ വാമൊഴിയായിട്ട് പകർന്നു കൊടുക്കുമ്പോൾ തന്നെ പലപ്പോഴും അതിൽ ചില മറവികളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഒരാൾ കേട്ട കഥകൾ അതുപോലെ ആയിരിക്കില്ല തൊട്ടടുത്ത ആളോട് പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചൊക്കെ കുറയുകയോ കുറച്ചൊക്കെ കൂടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ വിജ്ഞാനം സമ്പൂർണ്ണമായിരുന്നില്ല. തീവ്സ് സൃഷ്ടിച്ചതിന് ശേഷം കാഡ്മസ് ആണ് ഗ്രീക്കിലെ അക്ഷരമാല കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് ഗ്രീക്കിൽ അക്ഷരങ്ങളുണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കാഡ്മസ് തീവ്സ് നഗരം സൃഷ്ടിച്ച കഥ. ഇഷ്ടമായോ? അടുത്ത കഥ